ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയ ചിത്രത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ്. അതും നിവിൻ പോളി ചിത്രത്തിന് വേണ്ടി. അതെ, നിവിൻ പോളി ചിത്രത്തിന്റെ ഒരു ട്രെയിലർ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ട്രെയിലറാണോ ടീസറാണോ? ട്രെയിലർ തന്നെയാണ് റിലീസ് ആയിരിക്കുന്നത്. അതും ബേബി ഗേൾ. അതും ലിസ്റ്റി സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബി ഗേൾ. അതിന്റെ ഡയറക്ഷൻ വരുന്നത് അരുൺ വർമ്മയാണ്. അതെ, സർവമായിക്ക് ശേഷം നിവിൻ പോളി കമ്മിറ്റ്മെന്റ് ചെയ്ത പുതിയ ചിത്രമാണ് ബേബി ഗേൾ. ബേബി ഗേളിന്റെ ട്രെയിലർ ഇന്ന് ഇപ്പോ ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ വന്നിട്ട്. അതെ, ഐ തിങ്ക് നമുക്ക് ബാക്കി ട്രെയിലർ കണ്ട് നമുക്ക് വിശേഷങ്ങൾ പറയാം. ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. മുന്നേ ഒരു ചെറിയ ടീച്ചർക്ക് അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ ഒരു ട്രെയിലർ വരുന്നത്. ട്രെയിലറിലായിരിക്കാം കറക്റ്റ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, എന്ത് ഫീൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും നമുക്ക് ആ ഒരു ഫീലിലേക്ക് കടക്കാം അല്ലേ? അതെ, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ആ ട്രെയിലർ കണ്ടിട്ട് വരാം. Come on boys. ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. സംഗീതം ഉണ്ടല്ലോ. അടിപൊളിയുണ്ടല്ലോ അല്ലേ? കൊള്ളാലേ? കൊള്ളാം, ഒരു ഫീൽ ഗുഡ്. ജനുവരി 23-നാണ് പടം റിലീസ് ആവുന്നത്. ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്രിസ്മസ് നൈറ്റിൽ സംഭവിക്കുന്ന എന്തോ ഒരു പരിപാടിയാണ് ശരിക്കും കഥ തോന്നുന്നു. അല്ല, എനിക്ക് ഫീൽ ചെയ്തത്, നിനക്ക് എത്ര ഫീൽ ചെയ്തത്? കൊച്ചി അതായത് ഡെലിവറിക്ക് ശേഷം കൊച്ചിനെ മിസ്സിംഗ് ആവണോ? അത് എന്താണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഒരു ക്രിസ്മസ് നൈറ്റിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഒരു ക്രിസ്മസ് ആണ്, ക്രിസ്മസ് നൈറ്റ് ആണ്. എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു ത്രില്ലറൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു എന്തോ ഒരു ഇമോഷണൽ ഡ്രാമ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ജനുവരി 23-നാണ് പടം റിലീസിന് വരുന്നത്. ജനുവരി. ഡേറ്റ് ആരും മറക്കണ്ട, 23 ജനുവരി 2026. ബേബി ഗേൾ. ഇതിന്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ആ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ തിയേറ്ററിലേക്ക് പോയി പോകും. അതാരാണെന്ന് അറിയില്ലേ? ബോബി സഞ്ജയ് ആണ് ഇതിന്റെ സ്ക്രീൻ പ്ലേയും അതായത് ട്രാഫിക്കിലേക്ക് എഴുതിയത്. ബോബി സഞ്ജയ് ടീമാണ്. അവരുടെ കുറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം തോന്നുന്നു അവരൊരു സിനിമയുമായിട്ട് വരുന്നത്. അത് നമുക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. പിന്നെ ട്രാഫിക്കിന്റെ അല്ല ആ രീതി പോലെ തോന്നുന്നുണ്ട്. അതല്ല, അത് വേറെന്തോ ഒരു പരിപാടിയാണ്. അവരുടെ പടങ്ങള് ശരിക്കും ഓരോ പടങ്ങൾ ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പൊ അയാളും ഞാനും തമ്മിൽ അങ്ങനെ കുറെ പല ടൈപ്പുകളാണല്ലോ.
അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഒരു ത്രില്ലർ പോലത്തെ ഒരു പരിപാടിയില്ലേ സംഭവം, എന്തോ ഒരു ചെറിയ സംഭവം വൈകുന്നേരം നടക്കുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. എനിക്ക് ഹോസ്പിറ്റലിൽ എന്തോ ഫീൽ, ഹോസ്പിറ്റലിലെ ഒരു കൊച്ച് അങ്ങനെ എന്തോ ബേബി ഗേൾ ആണല്ലോ പടത്തിന്റെ ടൈറ്റിൽ തന്നെ. അപ്പൊ എന്തെന്നായാലും നമുക്ക് സംഭവം 23 കാണാം. ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി വരാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു അല്ലേ? ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ട്രെയിലർ ഇറങ്ങി, ഇനി വല്ല സോങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണണം പടം, അപ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.